നമസ്കാരം. മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഉറ്റവരും ബന്ധുക്കളുമില്ലാത്ത ഭിന്നശേഷി പെൺകുട്ടികൾക്ക് പന്തിരിക്കരയിൽ റിസോർട്ട് മോഡൽ 8 വീടുകൾ മെയ് 30-ന് നാടിന് സമർപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഉറ്റവരും ബന്ധുക്കളുമില്ലാത്ത ഭിന്നശേഷി പെൺകുട്ടികളെ മരണം വരെ സംരക്ഷിക്കാൻ ചങ്ങരോത്ത് പഞ്ചായത്തിലെ പന്തിരിക്കരയിൽ തണൽ നിർമ്മിച്ച 8 കൊച്ചു റിസോർട്ട് മോഡൽ വീടുകൾ മെയ് 30-ന് നാടിന് സമർപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സമീപത്തായി 10,000 സ്ക്വയർ ഫീറ്റിൽ വൊക്കേഷണൽ റീഹാബിലിറ്റേഷൻ സെന്ററും പണിയുന്നുണ്ട്. 6 മാസം കൊണ്ട് പണി പൂർത്തിയാക്കുന്ന കെട്ടിടത്തിന്റെ ജനകീയ തറക്കല്ലിടൽ 30-ന് വൈകിട്ട് 4 മണിക്ക് നടക്കും. തണൽ സ്നേഹക്കൂട് എന്ന പേരിൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഭിന്നശേഷിക്കാരായ പെൺകുട്ടികളെ സംരക്ഷിക്കുന്ന ഏറ്റവും മനോഹരമായ ഒരു കേന്ദ്രമാണ്. 1.5 ഏക്കർ സ്ഥലമാണിത്. ഈ 1.5 ഏക്കർ സ്ഥലം ഞങ്ങൾക്ക് വാങ്ങിത്തരുന്നത് UAE-യിലെയും ഖത്തറിലെയും പ്രവാസികളാണ്. അവരുടെ സഹായം കൊണ്ടാണ് 1.5 ഏക്കർ സ്ഥലം ഇതിനു വേണ്ടി ലഭ്യമായത്. ഇവിടെ എട്ടോളം മനോഹരമായ ആ വീടുകൾ കാണുമ്പോൾ തന്നെ നിങ്ങൾ അതിൻ്റെ ഒരു ആത്മാവ് ചികയുന്നുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. കേവലം ഒരു കെട്ടിടത്തിൽ അവരെ ഉപേക്ഷിക്കലല്ല, മറിച്ച് ഇതുവരെ അനുഭവിച്ച പ്രയാസങ്ങളിൽ നിന്ന് ഏറ്റവും മനോഹരമായ ജീവിതത്തിൻ്റെ അവസ്ഥയിലേക്ക് അവരെ കൈപിടിച്ച് കൊണ്ടുവരികയും പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ അവരെ അഭിമാനികളായി അവതരിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് ഇതിൻ്റെ ആത്മാവെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഏറ്റവും കൗതുകകരമായ, ആരാലും ഇഷ്ടപ്പെടുന്ന ഒരു പശ്ചാത്തല സൗകര്യമൊരുക്കിക്കൊണ്ട് 8 മനോഹരമായ റിസോർട്ട് ടൈപ്പ് വീടുകളാണ് ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത്. കേരളത്തിൽ അറിയപ്പെടുന്ന ആർക്കിടെക്ട് റഫീഖ് എഞ്ചിനീയറാണ് ഇതിൻ്റെ ഡിസൈൻ തയ്യാറാക്കിയിട്ടുള്ളത്. ഈ 8 വീടുകൾ നിർമ്മിക്കുന്നതിന് എറണാകുളം കോതമംഗലത്തെ സമീർ പൂക്കുഴി എന്ന് പറയുന്ന ഒരു പ്രവാസി വ്യവസായിയാണ് 70 ലക്ഷം രൂപ അനുവദിച്ചു തന്നത്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ പേരിലാണ് ഈ 8 വീടുകളും നിർമ്മിച്ചിട്ടുള്ളത്. ഇതിൻ്റെ പുറത്ത് കാണുന്നത് ഒരു ആംഫി തിയേറ്ററാണ്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കേവലം അടച്ചിട്ട മുറികളിൽ ഇരിക്കുക എന്നുള്ളതല്ല, അവരെ ജീവിതത്തിൻ്റെ പാന്താവിലേക്ക് ക്ഷണിക്കുമ്പോൾ അത്തരമൊരു എക്കോ ഫ്രണ്ട്ലി സാധ്യതയും സാഹചര്യവും ഉണ്ടാകുക എന്നുള്ള നിലക്ക് ഒരു ആംഫി തിയേറ്റർ, ഒരു തുറന്ന വേദി ഇതിന് മുമ്പിലുണ്ട്. അതൊരു മനോഹരമായ ക്യാമ്പസിൻ്റെ ഒരു കൗതുകവും സൗന്ദര്യമാണ്. ആ ആംഫി തിയേറ്റർ 10 ലക്ഷം രൂപ മുടക്കി അത് സ്പോൺസർ ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ കൊളക്കടത്തിൽ ജമാൽ സാഹിബാണ്. അദ്ദേഹം UAE-യിലെ പ്രവാസിയാണ്, പാലേരി പാറക്കടവ് സ്വദേശിയാണ്. 10 ലക്ഷം അദ്ദേഹമാണ് നൽകി സ്പോൺസർ ചെയ്യുന്നത്. ഈ കുട്ടികളെ മരണം വരെ സംരക്ഷിക്കുക, 50 കുട്ടികളെയാണ് ആദ്യഘട്ടത്തിൽ തിരഞ്ഞെടുക്കുന്നത്. മരണം വരെ സംരക്ഷിക്കുക എന്നതാണ് ഇതിൻ്റെ ബാധ്യത. കേവലം ആ കുട്ടികളെ ഇത്തരം മുറികൾ, ഒരു 7 കുട്ടികളാണ് ഒരു മുറിയിൽ ഉണ്ടാവുക. ഒരു കെയർ ടേക്കർ, സൈക്കോളജിസ്റ്റ്, തെറാപ്പിസ്റ്റ്, സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ്, ഇവരുടെ സഹായത്തോടെ കുട്ടികൾക്ക് ആവശ്യമായ സംരക്ഷണവും പരിശീലനവുമാണ് ഉദ്ദേശിക്കുന്നത്. ഈ കുട്ടികൾക്ക് അത് ഡിസബിലിറ്റിയുടെ തോത് ഹൈലി ഡിസേബിൾഡ് ആയാലും ചെറിയ വൈകല്യമാണെങ്കിൽ പോലും അത്തരം കുട്ടികളുടെ അഭിരുചി മനസ്സിലാക്കി, അവരുടെ നൈപുണ്യം മനസ്സിലാക്കി അവരെ പ്രചോദിപ്പിക്കാൻ ആവശ്യമായ ഒരു വൊക്കേഷണൽ റീഹാബിലിറ്റേഷൻ സെന്റർ ഇതിൻ്റെ ഭാഗമായി തൊട്ടടുത്തൊരു 10,000 സ്ക്വയർ ഫീറ്റിൽ നിർമ്മിക്കുന്നുണ്ട്. അതാണ് ഇതിൻ്റെ യഥാർത്ഥത്തിൽ ഇത് അതുകൂടി ചേരുമ്പോഴേ ഇതിൻ്റെ ശരീരം, ഈ ചിന്തയുടെ ശരീരം പൂർണ്ണമാവും. അപ്പോൾ ആ വൊക്കേഷണൽ റീഹാബിലിറ്റേഷൻ സെന്ററിൽ രാവിലെ കുട്ടികൾ കുളിച്ചൊരുങ്ങി തയ്യാറായി ആ വൊക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പോകുന്നു. അവിടുന്ന് പരിശീലനം നേടുന്നു. ആ കുട്ടികൾ തിരിച്ചു വരുന്നു. പറ്റുമെങ്കിൽ ഈ കുട്ടികളെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നാൽ അവർക്ക് പ്ലേസ്മെന്റ് ഉൾപ്പെടെ നൽകി അവരെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നു എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ മനോഹാരിത. പന്തിരിക്കരയിൽ 8ഓളം വീടുകൾ, മനോഹരമായ വീടുകൾ, ആരാരുമില്ലാത്ത ഭിന്നശേഷിക്കാരായ മക്കൾക്ക് പണിതത്. നോക്കാൻ ആരുമില്ലാത്ത ഭിന്നശേഷിക്കാരായ മക്കളെ പാർപ്പിക്കേണ്ട ഒരു വീടുകളാണ് ഇവിടെ പണിതത്. ഇതിൻ്റെ വീട്ടിൽ കൂടൽ 30-ാം തീയതിയാണ് നടക്കുന്നത്. അത് നമ്മളെല്ലാവരും ഒരുമിച്ച് വിജയിപ്പിച്ചു കൊടുക്കുക എന്നുള്ള ഉദ്ദേശമാണ്. രാവിലെ 11 മുതൽ വൈകിട്ട് 6 മണി വരെ നടക്കുന്ന പൊരേക്കൂടലിൽ വൻ ജനാവലി പങ്കെടുക്കുമെന്ന് സംഘാടകർ പറഞ്ഞു. സ്വാഗത സംഘം ചെയർമാൻ നസീമ വാഴയിൽ, ഡോക്ടർ ഷാജഹാൻ, PK നവാസ്, പുതുക്കോട്ട് രവീന്ദ്രൻ, ഷരീഫ് കൈനോത്ത്, ജമാൽ കുളക്കണ്ടത്തിൽ, ശശി ഇല്ലത്ത്, PM യൂസഫ്, കുന്നുമ്മൽ സലാം, മൊയോറത്ത് അലി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, മീഡിയ വിഷൻ, പേരാമ്പ്ര.